ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗൂഗിളിൻ്റെ പിക്സൽ 9 ഗൂഗിളിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ്. ഈവൻ എന്നോട് ചിലവരൊന്ന് ചോദിക്കാറുണ്ട് ഗൂഗിളിൻ്റെ പിക്സൽ 8 7 എടുക്കട്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാനപ്പം പറയും ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ പറഞ്ഞു കൊടുക്കും. പക്ഷേ പോയിട്ട് വാങ്ങുന്ന ഫോൺ ഏതായിരിക്കും? പിക്സൽ ഫോൺസ് തന്നെയായിരിക്കും വാങ്ങുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, അതായത് പിക്സൽ ഫോൺസ് മാത്രം യൂസ് ചെയ്യുന്നത്. ഇപ്പം സാംസങ് ഫോൺ മാത്രം അല്ലെങ്കിൽ ഐഫോൺ മാത്രം യൂസ് ചെയ്യുന്ന പേരില്ല. അതുപോലെ ചില ആൾക്കാർ പിക്സൽ ഫോൺസ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം പിക്സലിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ 9, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2 വേരിയൻ്റായിട്ട് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഒന്ന് 8GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസാണ് 49,999 ആയിട്ടാണ് വരുന്നത്. 50,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. ആ ഒരു പ്രൈസിലുള്ള ഫോണിൻ്റെ ഡിസൈൻ പിക്സലിൻ്റെ ആ ഒരു ഇപ്പോൾ ഉള്ള എല്ലാ ഫോൺ പോലെ തന്നെ ആ ഒരു എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂളാണ്. പക്ഷേ ആ ഒരു ക്യാമറയുടെ പുറത്തുള്ള ആ ഒരു വലിയൊരു ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു ബോർഡർ ഇതിലില്ല. ക്യാമറ ബമ്പേ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടില്ല. അത് കാണുന്ന സമയത്ത് ഒരു പ്രീമിയം അല്ലാത്ത ഫോൺ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പിക്സൽ 9ഉം 9 Pro 9XL ഈ പറയുന്ന ക്യാമറ ബോർഡർ ഉണ്ടായതുകൊണ്ട് കാണാൻ കുറച്ചും കൂടെ നല്ല രസമാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണിത്. അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഡിസൈൻ വൈസും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ബമ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 8.9mm തിക്നെസ് ആണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് 8.9mm എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഫോണായിടെ, നല്ല തിക്നെസ് ഉള്ള ഫോണാണ്. ഇപ്പം എല്ലാ ഫോണും ഭയങ്കര അധികം സ്ലിമ്മായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഗൂഗിൾ എന്താണ് പഴയ ഫോൺ പോലെ ഇപ്പോഴും തിക്നെസ് ആയിട്ട് ഇറക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 186 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷേ തിക്നെസ് ആണ് 8.9mm തിക്നെസ് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. അത് ഭയങ്കര അധികം മോശമായിട്ട് തോന്നി ഡിസൈനിൻ്റെ കാര്യത്തിൽ. ബാക്കിയെല്ലാം കുഴപ്പമൊന്നും പറയാനില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്, IP68 റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 4 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഡിസൈൻ വൈസ് ഇതാണ് ഡിസൈൻ. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനിവിടെ പറഞ്ഞു, അത്രേ. ദെൻ ഡിസ്പ്ലേ ആണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള 120Hz ഒരു OLED ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1800 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 2700 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഡിസ്പ്ലേയുടെ ബെസൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ബഡ്ജറ്റ് ലെവൽ ഫോണിൽ പോലും ഇത്ര അധികം ബെസൽ ഉണ്ടാവില്ല. അത്രക്കും വലിയ ബെസലാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഇതൊരു ഇത്രയും വിലയുള്ള ഫോണാണെന്ന് ഒരു കുഞ്ഞ് കണ്ടാൽ പോലും പറയത്തില്ല. അമ്മാതിരി ബെസലാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അതാണ് ഏറ്റവും മോശം. ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ബെസലിൻ്റെ സൈസ് എന്തുവാടെ ഇത്രയും വിലയുള്ള ഫോണിൽ അവരുടെ കണക്കിൽ ഇതൊരു ഏറ്റവും വില കുറഞ്ഞ മോഡലാണ്. എന്നാൽ പോലും ഇമാതിരി ബെസൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഭയങ്കര മോശമാണ്. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് പഴയ ഏതോ ഒരു ഫോൺ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ബെസലിൻ്റെ സൈസ് എത്ര കുറക്കാൻ വേണ്ടി പറ്റുമോ അത്രക്കും കുറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ബെസൽ ഭയങ്കര വലുതാണ്. വെരി ബോറാണ്, ഭയങ്കര ബോറടിയാണ് കാണുന്ന സമയത്ത് തന്നെ. ഡിസ്പ്ലേ വൈസ് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇനി ക്യാമറ ആണെങ്കിൽ 48MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 13MP ഒരു അൾട്രാ വൈഡ് വരുന്നുണ്ട്. 13MP സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയർ ക്യാമറയിൽ 4K 60fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 4K 13fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റാണ് ഈ റേഞ്ചിൽ. പക്ഷെ നിങ്ങൾ ക്യാമറ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം വില എഴുതാട്ടോ. ഞാൻ പഴയ ഒരു രീതിയിലാണ് പറഞ്ഞത്. ക്യാമറ ഫോട്ടോ നല്ലതായിരിക്കും എന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. പക്ഷേ പുതിയ ഫോണായതുകൊണ്ട് ക്യാമറ റിവ്യൂസ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ക്യാമറ റിവ്യൂസ് പോയിട്ട് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്, എന്നിട്ട് മാത്രം സെലക്ട് ചെയ്യുക. അല്ലാതെ പിക്സൽ ഫോണാണ് ഭയങ്കര നല്ല ക്യാമറ ആണെന്ന് വെച്ചിട്ടൊന്നും അതൊന്നും നോക്കാതെ പോയി എടുക്കരുത്. എല്ലാത്തിൻ്റെയും പ്രോപ്പറായിട്ടുള്ള റിവ്യൂസ് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ. അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. എപ്പോഴത്തെ പോലെയുള്ള ക്യാമറയാണ്, വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ക്യാമറയിലില്ല. ദെൻ പെർഫോമൻസ് ആണെങ്കിൽ ടെൻസറിൻ്റെ G4 ചിപ്സെറ്റാണ്. എല്ലാ 9 സീരീസിലുള്ള എല്ലാ ഫോണിലുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഫോൺ പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. വേറെ ഒരുപാട് നല്ല ഫോൺസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നല്ല രീതിയിൽ തന്നെ വർക്കാവും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു ഫോൺ എടുക്കരുത്. ബാക്കി ഒരുപാട് ബ്രാൻഡ് ഫോൺസ് ഇത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് ഈ റേഞ്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഗെയിമിംഗ് വിട്ട് കളയുക, അത് നോക്കേണ്ട ആവശ്യമില്ല. LPDDR5Xൻ്റെ റാമാണ്. UFS 3.1 സ്റ്റോറേജാണ് വരുന്നത്. 3.1 മാത്രമേ വരുന്നുള്ളൂ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഗൂഗിളാണ്, അങ്ങനെ മാത്രമേ തരാറുള്ളൂ.
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. 7 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 വർഷത്തെ ഈ ഒരു ഫോൺ നിൽക്കുമോ? എന്നാലും അവർ തരുന്നുണ്ട്. എല്ലാ അപ്ഡേറ്റും ഫസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൽ കിട്ടും. അതൊരു ഗൂഗിളിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, വേറെ ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. അത്യാവശ്യം എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കിട്ടും, കാരണം ഇത് ഗൂഗിളിൻ്റെ ഫോണാണല്ലോ. അതുകൊണ്ട് എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ആണെങ്കിൽ 5100 mAh ബാറ്ററിയാണ് വരുന്നത്. 23 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 5100 mAh ഉള്ള ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത് ഈ 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജറിൽ എപ്പോഴാണ് കയറുന്നത്? നാളെ ആവട്ടോ ഫുൾ ചാർജ് ആവാൻ വേണ്ടി. 7.5 എല്ലാവരും കണക്കാണ്. സാംസങ് 15 വാട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വലിയ കുറ്റവും ഇവർ പറയാനില്ല. അത്രേ തരത്തുള്ളൂ, അതേ തരൂ, വേറെ ഒന്നും തരത്തില്ല. വേണമെങ്കിൽ ഇത് വയർലെസ് ചാർജ് യൂസ് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ അത്ര മാത്രമേ ഉള്ളൂ. ഓവറോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫോണൊന്നുമല്ല ഈ റേഞ്ചിൽ. നിങ്ങൾ പിക്സൽ ഫോൺസ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് നോക്കിക്കോളൂ. വേറെ ഒന്നും പറയാനില്ല. ബെസ്റ്റോ ഒന്നും ഒരു ക്രെഡിറ്റും ഇതിന് കൊടുക്കാനില്ല. എല്ലാം അവരുടെ ഫോൺ പോലെ തന്നെ സാധാരണ ഒരു ഫോൺ, അത്രയേ ഉള്ളൂ. ഗൂഗിൾ ഫോൺസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോളൂ, വേറെ ഒന്നും പറയാനേ ഇല്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോഴൊന്നും ഈ ഫോൺ പോയിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഈ ഓഫറൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രൈസ് കുറയും. ആ ടൈമിലൊക്കെ പോയിട്ട് വാങ്ങിച്ചോളൂ. ഇപ്പോഴൊന്നും ഈ 50,000 രൂപ കൊടുത്തിട്ടൊന്നും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേർത്തേ അല്ല. അല്ലെങ്കിലേ വേർത്തല്ല, വില കുറഞ്ഞ് കിട്ടുമ്പോൾ പിന്നെയും വേർത്താവും. അതുകൊണ്ട് അങ്ങനെ വാങ്ങുകയാണ് കുറച്ചും കൂടെ ബെറ്ററാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പോൾ എത്ര പേര് ഗൂഗിൾ പിക്സൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.